ആകാശത്തുനിന്ന് വന്ന മിന്നൽ പിണറാണ് നീ. നിനക്ക് പിന്നാലെ നിലവിളിച്ചോടിയെത്തിയ ഇടിനാദമാണ് ഞാൻ. കണ്ണീരാണ് ഈ മഴ. നാം രണ്ടല്ല, ഒന്നാണ്. ഒന്നായ നാം ഇങ്ങനെ രണ്ടായത് നമ്മുടെ ഇച്ഛാപൂരണത്തിനാണ്. ജെനി, ഈ മണ്ണിൻ്റെ കൂജിയില്ലേ, മൺപോട്ടെ, ഇനാമലൊന്നും ചെയ്ത് ഫിനിഷ് ചെയ്യാത്തത്? പൊടി പിടിച്ചതൊന്നും എടുക്കരുത്. നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഉണക്കിയത് വേണം എടുക്കാൻ. എന്നിട്ടതിൽ നമ്മുടെ ചുണ്ട് പതുക്കെ അങ്ങ് അമർത്തി വെക്കണം. അങ്ങനെ വെച്ചിട്ടോ? അപ്പോൾ അത് നമ്മുടെ ചുണ്ടുമായി പതുക്കെ ഒട്ടിപ്പിടിക്കും. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് ചുണ്ടിനെ പതുക്കെ അങ്ങ് വിടിയിച്ചെടുക്കണം. അതെന്തിനാ? അങ്ങനെ കൂജ നമ്മുടെ ചുണ്ടിനെ പതുക്കെ അങ്ങ് വലിച്ചു പിടിക്കുമ്പോഴേ നല്ല രസമാണ്. അതെന്തിനാ അങ്ങനെ ചെയ്യണത്? അങ്ങനെ കൂജ ചുണ്ട് പിടിച്ച് വലിക്കുമ്പോഴേ ശരിക്കും കിസ് ചെയ്യണ പോലെ ഇരിക്കും. ഒന്ന് പോവാലോ, ഒരു കാര്യം പറയണത്. ശരിക്കും അതെ, നല്ല രസമായിരിക്കും. ഇവിടെ കൂജയില്ലേ? ഇവിടെ ഒന്നുമില്ല. ഇല്ലേ, ഒരു കൂജ വാങ്ങിക്ക്. എടപ്പള്ളി പള്ളിയുടെ മുന്നിൽ നിറയെ കൂജ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. വേണേ ഒരെണ്ണം വാങ്ങി പരീക്ഷിച്ച് നോക്കാറുന്നില്ലേ? പിന്നെ വേറെ പണിയില്ല. This is interesting. ഈ പാനമ കനാലില്ലേ? പനാമ കനാലല്ലേ? പനാമ എന്നല്ല, പാനമ. ഈ കനാലും പുഴയും തമ്മിലുള്ള വ്യത്യാസം എന്താ ബാലു? പ്രകൃതി ഉണ്ടാക്കുന്നത് പുഴ, മനുഷ്യരാൽ ഉണ്ടാക്കപ്പെടുന്നത് കനാൽ. ഈ പാനമ കനാലേ കപ്പൽ പോകുന്നതിന് വേണ്ടി പണ്ടുണ്ടാക്കിയതാ. അതിലൂടെ കപ്പൽ പോകുമ്പോൾ പേടിയാവുന്ന പറയാ. അതെന്താ? കനാൽ അത്രക്ക് ഇടുങ്ങിയതാ. കപ്പൽ ആ കനാലിൻ്റെ തീരത്തുള്ള പാറക്കെട്ടിലെങ്ങാനും മുട്ടുമോ എന്ന് ഭയന്നു പോകുന്ന പറയാ. അത്രക്ക് ചേർന്നാണ് അത്ര പോവുക. ആരാ അത് പറഞ്ഞത്? ഷിപ്പിൽ ജോലിയുള്ളവർ. പേടി തോന്നാൻ കാരണം എന്താണെന്നോ? എൻജിൻ ഓഫ് ചെയ്തിട്ടായിരിക്കും കപ്പൽ കനാലിലൂടെ നീങ്ങുക. ഇതിനായി ആദ്യം കനാലിലേക്ക് വെള്ളം ഒഴുക്കി വിടും. ആ ഒഴുക്കിലാണ് അന്നേരം ഈ കപ്പൽ പോകുന്നത്. ഇരുവശങ്ങളിലും മുട്ടിയില്ല എന്ന് തോന്നും. എനിക്കറിയോ, ഈ പാനമ കനാലിൻ്റെ ഇരുഭാഗവും കണ്ടാൽ തനി കേരളം പോലെയാണെന്ന്. തെങ്ങും പ്ലാവും മാവും വാഴയും. ശരിക്കും? ശരിക്കും. എനിക്കറിയോ, അവിടുത്തെ മദാമ്മമാർക്ക് വട്ടിളകിയ എന്താ ചെയ്യാന്ന്? വട്ടിളകി ആശുപത്രി കൊണ്ടുപോകണം, അല്ലാണ്ട് എന്താ? ആ വട്ടല്ല, രസമുള്ള വട്ടെ, നട്ട്സ്. ഓ, നട്ട്സോ? ഈ ബോൾട്ടും നട്ടും ഇല്ലേ, അതിൽ നട്ട് വട്ടത്തിലുള്ളതല്ലേ, അതാണ് വട്ട്. ഇംഗ്ലീഷിലും മലയാളത്തിലും സംഭവം ഒന്ന് തന്നെയാ. വട്ടിളകിയ മദാമ്മമാരെ എന്താ ചെയ്യാ? ഞാൻ പറഞ്ഞില്ലേ, അവിടെ നമ്മുടെ ഇവിടുത്തെ പോലെ മാവും പ്ലാവും വാഴയും ഒക്കെ ഉണ്ടെന്ന്. പറഞ്ഞു ബാലു. മദാമ്മ എന്ത് ചെയ്യൂന്ന് പറ. മദാമ അവിടുത്തെ പറമ്പിൽ നിന്ന് ഒരു വാഴയില മുഴുവനായി വെട്ടിക്കൊണ്ടുപോകും. വാഴയിലയോ? എന്നിട്ട്? ബാക്കി പറയില്ല. ഓ, അറിയില്ലല്ലേ? അറിയാം, പക്ഷെ പറയണമെങ്കിൽ ഒരു സിയു വേണം.
സീ യു. അതല്ല, പിന്നെ സി യു എന്ന് പറഞ്ഞ ചക്കര ഉമ്മ. അയ്യടാ, പറഞ്ഞപ്പോ നാണിച്ചു പോയല്ലോ. ആ, വേണമെങ്കിൽ മതി. എന്തു വേണമെങ്കിൽ? മദാം എന്താ ചെയ്യണേന്ന് അറിയണമെങ്കിൽ മതി. അങ്ങനെ ഇപ്പൊ വേണ്ട. ബാലുവിന് ഇഷ്ടമുണ്ടേ പറഞ്ഞാ മതി. ഓ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഓ, തമാശ. ഈ സി യു ചക്കരമ്മയാണെങ്കിൽ പി യു എന്താണെന്നറിയോ? പഞ്ചാരുമ്മയല്ലേ? ആ, അപ്പം എല്ലാം അറിയാം. തരൂലെന്നേ ഉള്ളൂ. കെ പി യുവോ? KPU? കെട്ടിപ്പിടിച്ച ഉമ്മ. ചി, തല്ലിപ്പൊളി. എന്നാ MKPU എന്താന്ന് പറഞ്ഞാൽ മദാമ എന്താ ചെയ്യണേന്ന് പറയാം. MKPU എനിക്ക് അറിയില്ല ബാലു. മുറുക്കെ കെട്ടിപ്പിടിച്ച ഉമ്മ. മദാമ എന്താ പിന്നെ ചെയ്യുന്നതെന്ന് അറിയണേ. നീ എനിക്കൊരു MKPU തന്നാലും മതി. ദേ പൊക്കം ഇടുന്നു കൊല്ലുഞ്ഞ്. എന്നാ കമ്പൈൻ സ്റ്റഡി തുടരാം. ഈ വർഷമെങ്കിലും ഈ സപ്ലൈ ചെയ്തെടുത്തില്ലേ പണി കിട്ടുവേ. നിനക്ക് കിസ്സിങ് പോയിന്റ് എവിടെയാണെന്ന് അറിയോ? എനിക്കറിയണ്ട, പറയാൻ വേണ്ട. MKPU പോയിട്ട് ഒരു CU പോലും എൻ്റെ അടുത്തൊന്നും ബാലുവിന് കിട്ടാനും പോകുന്നില്ല. അയ്യേ, അതിനാര് ചോദിച്ചു? എനിക്കൊന്നും വേണ്ട നിന്റെ ഒരു CU. ഞാൻ അറിയോന്നല്ല ചോദിച്ചുള്ളൂ. അറിയൂല, അറിയണമെന്നുമില്ല. ഒരു കാര്യം പറയുമില്ല, വെറുതെ അറിയുമെന്ന് ചോദിക്കുകയും ചെയ്യും. നീ എൻ്റെ പെണ്ണായതുകൊണ്ട് പറഞ്ഞുതരാം. ഈ മേൽചുണ്ടിൻ്റെ തൊട്ടുമുകളിലെ അരികിലായി എല്ലാവർക്കും വികാരങ്ങൾ അറിയുന്നതിനുള്ള ചില സെല്ലുകളുണ്ട്. അതിലൂടെ വായു കടന്നു ചെല്ലുമ്പോൾ വികാരമുണ്ടാവും. ആ സെല്ലിരിക്കുന്ന സ്ഥലത്തെയാണ് കിസ്സിങ് പോയിന്റ് എന്ന് പറയുന്നത്. ഒരാൾ കിസ് ചെയ്യാനടക്കുമ്പോൾ അയാളുടെ മൂക്കിൽ നിന്നുള്ള വായു ആ സെല്ലിൽ പതിക്കുകയോ അതല്ലേ ആളുടെ മീശ ആ ഭാഗത്ത് മുട്ടുകയോ ചെയ്താലും മതി, ആ സെല്ല് വർക്കാവും. ഇതിൻ്റെ അത്യാവശ്യ കാര്യം അറിയണേൽ ഒരു ട്യൂബ് എടുത്ത് നമുക്ക് തന്നെത്താൻ ഊരി ആ പോയിന്റ് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നിനക്ക് വേണേൽ ചെയ്തു നോക്കാൻ പാടില്ലായിരുന്നോ? പിന്നെ എനിക്ക് അതല്ലേ പണി. ജെനി, ഹോംവർക്ക് ചെയ്തോ? ഹോംവർക്കോ? സ്ട്രോ വെച്ചേ ഇന്നലെ പറഞ്ഞു തന്നില്ലേ? ദേ ഒരു കുത്തുവച്ചാന്നുണ്ടല്ലോ. ഹലോ മിസ്സിസ് ബാലു, ഐ ലവ് യു. ഐ ടു ലവ് യു. പക്ഷെ ബാലു, നമ്മുടെ ഈ ലൈൻ വർക്കാവാൻ പോകുന്നില്ല. അതെനിക്കറിയാം ജെനി, ബട്ട് ഐ ലവ് യു. ഐ നീഡ് യു. ഇതൊന്നും വർക്കാവില്ലെന്ന് അറിഞ്ഞിട്ടും പിന്നെന്തിനാ നമ്മളിങ്ങനെ? എനിക്കും അറിയില്ല, പക്ഷെ എനിക്കിത് നിർത്താൻ പറ്റുന്നില്ല ജെനി. എനിക്കും പറ്റുന്നില്ല ബാലു, പക്ഷെ ഒരു ദിവസം നിർത്തിയല്ലേ പറ്റൂ. അതെ, ഒരു ദിവസം നിർത്തിയേ മതിയാവും. ആ ദിവസം വൈകാതെ വരും. എന്നിൽ നിന്ന് നിന്നെ തിരിച്ചെടുക്കാൻ തരില്ല. ഞാൻ അവളെ ഹൃദയത്തിനുള്ളിൽ ഒളിപ്പിച്ചിരിക്കുകയാണെന്ന് ഞാൻ പറയും. അപ്പോഴത് എൻ്റെ ഹൃദയത്തിൽ നിന്ന് നിന്നെ അള്ളിപ്പറിച്ചെടുക്കും. നിന്റെ കൂട്ടിൽ പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കും ബാലു? നീയും ഞാനും ജീവിക്കണം ജെനി. ഞാനൊരു കാര്യം പറയട്ടെ ജെനി, നടക്കാത്ത കാര്യമാണ്, എന്നാലും പറയട്ടെ. നിന്റെ മുഖത്ത് ഞാൻ ദാ ഇങ്ങനെ പിടിക്കട്ടെ. എൻ്റെ രണ്ട് കയ്യിലുമായി നിന്റെ കവളുകൾ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ദാ എനിക്ക് ഇങ്ങനെ കാണിക്കണം. വേണ്ട വേണ്ട, ഞാൻ പറഞ്ഞല്ലോ നടക്കാത്ത കാര്യമാണെന്ന്. ദാ റോഡിലൂടെ പോകുന്ന ആരെങ്കിലും കാണും. ഈ ടേബിളിൻ്റെ താഴത്തേക്ക് നിന്റെ മുഖം കുനിച്ചാൽ മതി, ഞാൻ കയ്യെത്തിച്ച് പിടിച്ചോളാം. ദേ ആരെങ്കിലും കാണും ബാലു, എനിക്ക് പേടിയായിട്ട് വയ്യ. ആ, എന്നാ വേണ്ട. വേഗം പിടിച്ചോണം.
താങ്ക് ഗോഡ്, ഹൃദയം അങ്ങ് ഇല്ലാതായ പോലെ. പ്രോബ്ലം എന്താ പറയുക? തുടങ്ങിയല്ലേ ഉള്ളൂ. എന്നാൽ ലെഫ്റ്റ് ഹാൻഡ് ഒന്ന് ഇവിടെ വെച്ചിട്ട് ബാക്കി വിധിക്കും. അതെന്തിനാ? ദേ, ഇങ്ങനെ നിന്റെ കൈ മുട്ടുമ്പോൾ കറണ്ട് അടിക്കുന്ന പോലാണ്. അങ്ങനെ ഇപ്പൊ കരണ്ട് അടിക്കണ്ട. പ്ലീസ് ജെനി. ദേ, ബാലുവിൻ്റെ ഹാർട്ട് നോക്കി നിന്ന പോലുണ്ട്. പൾസ് ഉണ്ടോന്നോ ഒന്ന് നോക്കി പ്ലീസ്. എനിക്ക് നിന്റെ അടുത്ത് സംസാരിച്ചിരിക്കുന്നത് പാച്ചോറ് കഴിക്കും പോലാണ്. പാച്ചോറ് കുറെ കഴിച്ചു കഴിയുമ്പോഴേ ഇത്തിരി അച്ചാറ് തൊട്ടാ പിന്നെയും കഴിക്കാം. എൻ്റെ അമ്മമ്മ ചിലപ്പോൾ ഉണ്ടാക്കും. നിനക്ക് ബേക്കറി ഐറ്റംസ് എല്ലാം അറിയൂ. ഞാൻ കൈവരിക്കാൻ പോവാണേ. ഓ, വലിക്കല്ല എൻ്റെ പെങ്കൊച്ചെ. അച്ചാർ ഒന്നുകൂടി തൊട്ടോട്ടെ. അവിടെ വെക്കാന്. അതെന്താ ആനയെന്ന് വിളിച്ചത്? ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് വന്ന് താമസിക്കണവരാണെന്ന് അറിയില്ലേ? അതറിയാം, മുൻപ് ബാല പറഞ്ഞിട്ടുള്ളതല്ലേ. ആരാ ഈ തൃശ്ശൂക്കാരെന്നാ? ആരാ തൃശ്ശൂക്കാരെന്ന് പറഞ്ഞാ ആരാന്നാ? ആനേനെ പിന്നാക്കം നടത്തണവരാ. പിന്നെയാണ് ഇത്തിരിയുള്ള ഈ പെങ്കൊച്ചെ. ആനേനെ പിന്നാക്കം നടത്തണവർക്കല്ലേ ഒരു കൊച്ചു പെങ്കൊച്ചിനെ കൈവെപ്പിക്കാൻ ഒരു പാടേ. വെക്ക് പെണ്ണെ കൈ അവിടെ എന്ന് പറഞ്ഞാ അവിടെ വെക്കും. അത്രയ്ക്ക് വലിയ ആളാണോ? എന്നാ അച്ചാറിപ്പം വേണ്ടാട്ടാ. പ്ലീസ് ഡെനി, ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. പ്ലീസ്. നോ മിസ്റ്റർ ബാലു, നോ മോർ പിക്കിൾ. കിസ്സിംഗ് പോയിന്റ് മാത്രമല്ല, ഫീലിംഗ് പോയിന്റ്സ് എത്ര എണ്ണമാണ് ഉള്ളതെന്ന് അറിയോ? എനിക്കറിയണ്ട അതൊന്നും. ഇതൊക്കെ അറിയാണ്ട് കല്യാണം കഴിച്ചാൽ എന്ത് ചെയ്യും? ഇതൊക്കെ പഠിച്ചിട്ടാണോ ആൾക്കാർ കല്യാണം കഴിക്കുന്നത്? നീ ഡിക്ഷണറിയിൽ ബ്രസ്റ്റിന്റെ മീനിങ് നോക്കിയിട്ടുണ്ടോ? ഇല്ല. അതെന്തിനാ നോക്കുന്നത്? എല്ലാവർക്കും അറിയുന്നതല്ലേ. അതിൻ്റെ ഇംഗ്ലീഷ് മീനിങ് നോക്കണം. ദ സീറ്റ് ഓഫ് അഫെക്ഷൻസ് ആൻഡ് പാഷൻസ്. പിന്നെ ദ പ്ലേസ് വെയർ ദ ഫീലിങ്സ് ആർ എന്നൊക്കെയാ. ബാലു, നിർത്തിക്കോ. ഇനി ഇതൊന്നും എൻ്റെ അടുത്ത് പറയണ്ട. എനിക്ക് രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ബാലു. ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടാ. മനസ്സമാധാനം പോകുമ്പോലാ. അതുകൊണ്ട് ബാലു, നിർത്തിക്കോ. ഓക്കെ, ഞാൻ നിർത്തി. ഇനി ഇവിടെ വന്ന് ഒന്നും മിണ്ടുന്നില്ല. പോരെ? ഇനി നിന്നെ നീന്നും വിളിക്കില്ല, എടീന്നും വിളിക്കില്ല. മതിയോ? ഇനി നിന്നെ പേര് മാത്രമേ വിളിക്കുന്നുള്ളൂ. നീ എൻ്റെ സ്വന്തമല്ലേന്ന് കരുതിയാ എടീന്നും നീന്നും വിളിക്കുന്നത്. എടീന്നും നീന്നും വിളിച്ചോ, കുഴപ്പമില്ല. ഇങ്ങനത്തെ കാര്യം പറയുന്നത് നിർത്തുന്നതാ ഞാൻ ഉദ്ദേശിച്ചത്. ഞാനിങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, നിനക്കറിയാലോ. മഴ പെയ്ത് അടക്കാമരങ്ങളുടെ വെളുത്ത വട്ടങ്ങൾ ഇളം പച്ചയായപ്പോൾ ഞാൻ മാറിയതല്ലേ. ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, മഴ പെയ്ത് റോഡരികിലുള്ള മതിലിലെ സിനിമാ പോസ്റ്ററുകൾ കുതിർന്നഴിയപ്പോൾ എനിക്ക് വന്ന മാറ്റം. പിന്നെ നിൻ്റെ അടുത്തിരുന്നപ്പോൾ, നിൻ്റെ മണമടിച്ചപ്പോൾ ഞാൻ മാറി. നിനക്കറിയുന്നതല്ലേ, നീയാണ് എന്നെ ഇങ്ങനെയൊക്കെ മിണ്ടുന്ന ആളാക്കിയതെന്ന്. ബാലുവിനെ ഇങ്ങനെയൊക്കെ മിണ്ടുന്ന ആളാക്കിയത് ഞാനാണെന്ന് കേൾക്കാൻ എനിക്കിഷ്ടാ ബാലു. ഞാൻ നിൻ്റെ അടുത്തല്ലാതെ വേറെ ആരുടെ അടുത്താ ഇങ്ങനെയൊക്കെ പറയാം? ബാലു പറഞ്ഞു, പക്ഷെ അങ്ങനത്തെ കാര്യം പറയാതിരുന്നാ മതി. ഇന്ന് നിന്റെ മുഖം തുടുത്തിരിക്കുന്നുണ്ടല്ലോ. പീരീഡ്സ് ആയിരിക്കുകയാണോ? ഏയ്,
കണ്ണുകൾക്കൊക്കെ എന്താ ഒരു ആകർഷണം. ആരുടെ? നിന്റെ. പീരീഡ്സാ. നീ എങ്ങനെ അറിഞ്ഞു? അതൊക്കെ മുഖം കണ്ടറിയില്ലേ? ഇതിങ്ങനെ വീർത്തു തൊടുത്ത് നിൽക്കയല്ലേ സുന്ദരി കോതയായി. ഈ സമയത്ത് പെണ്ണുങ്ങൾ ഒറ്റയ്ക്ക് മാറിക്കഴിയണമെന്നാ പണ്ടുള്ളവർ പറയാ. അതൊക്കെ അവരുടെ വെറും വേഷം കെട്ടാ. ഏയ്, അതിലൊക്കെ കാര്യമുണ്ട് ജെനി. എന്ത് കാര്യം? അതൊക്കെ പണ്ടുള്ള മഹർഷിമാരുണ്ടാക്കിയ നിയമ. അറിയോ, സ്ത്രീകൾ ആ ദിവസങ്ങളോടനുബന്ധിച്ച് വലിയ ആകർഷണ ശക്തിയുള്ളവരായി മാറും. അന്നേരം ഈ പുരുഷന്മാരുണ്ടല്ലോ, നിയന്ത്രണം തെറ്റി അവരെ സമീപിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാ അന്ന് ആ നിയമം ഉണ്ടാക്കിയത്. സൗന്ദര്യം കുറഞ്ഞ സ്ത്രീകൾ വരെ ആ സമയത്ത് പുരുഷന്മാരാൽ ആകർഷിക്കപ്പെടും. ശരിക്കും? ശരിക്കും. ഈ മഹർഷിമാരുണ്ടല്ലോ, അവരുടെ തപസ്സിൽ നിന്ന് വരെ മാറിപ്പോകുമോ എന്ന് പേടിച്ചിട്ടും കൂടിയാണ് ആ നിയമം. ശരിക്കും? ശരിക്കും. ഈ പീരീഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു പൂക്കാലം പോലല്ലേ. പൂവുണ്ടാവുന്നു, കുറച്ച് കഴിഞ്ഞ് അത് കൊഴിയുന്നു. പൂവുണ്ടാവുമ്പോൾ അത് വണ്ടുകളെ ആകർഷിക്കില്ലേ? അതുപോലെ തന്നെ അല്ലേ. അങ്ങനെയുള്ളപ്പോൾ നീ വേറെ ആണുങ്ങളുടെ അടുത്തൊന്നും പോവാതിരിക്കോട്ടോ. എൻ്റെ അടുത്ത് മാത്രം വന്നാൽ മതിയേ. അങ്ങനെയുള്ളപ്പോൾ പെണ്ണിൻ്റെ മണമേറ്റാലേ ആണുങ്ങൾ വഴി തെറ്റിപ്പോവുകയെ. ശരിക്കും? ശരിക്കും. എങ്ങനെയുണ്ട് ഈ ഡ്രസ്സ്? നൈസ്. അത്രേ ഉള്ളോ? എന്താ പോരെ? എന്നാ വെരി നൈസ്. ഓ, ബാലുവിന് സാരി ബ്ലൗസും ആയിരിക്കുമല്ലോ ഇഷ്ടം. എനിക്ക് ഹോളിവുഡ് സ്റ്റൈലാണ് ഇഷ്ടം. ഹോളിവുഡ് സ്റ്റൈലോ? അതെങ്ങനെയാ? ഈ തോളൊക്കെ കാണിച്ചുള്ള ഡ്രസ്സില്ലേ, ഓ അതോ. ഈ തോളിലെയും കഴുത്തിന് താഴെയുമുള്ള ഈ എല്ലുകളൊക്കെ ഇങ്ങനെ പൊന്തി നിൽക്കുന്നത് കാണാൻ എന്ത് രസം. എന്ത് രസം? ബ്യൂട്ടി എന്ന് പറയുന്നത് അതല്ലേ. ഓയിലി ആയിട്ടുള്ള ആ സ്കിന്നിലെ വീഴ്ച കാഴ്ചകളിൽ വെളിച്ചം ചെന്ന് തിളങ്ങുന്നത്. അതുപോലത്തെ ഡ്രസ്സ് എനിക്കുണ്ടൊരെണ്ണം. മമ്മ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ചെയ്തത്. ഞാനിതുവരെ കണ്ടിട്ടില്ലല്ലോ. അതിന് ഞാനിതുവരെ ബാലുവിൻ്റെ മുമ്പിൽ ഇട്ടിട്ടില്ലല്ലോ. വാങ്ങിയ ഇടയ്ക്ക് ഒരിക്കൽ പള്ളിയിലിട്ടു, പിന്നെ ഒരു മടി. നാളെ ഇടോ? ഞാനിടില്ല. എനിക്കത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞില്ലേ. പ്ലീസ്, എനിക്ക് വേണ്ടിയിട്ടിടോ പ്ലീസ് ജെനി. ഞാനിടില്ല. പ്ലീസ്. ആ, എന്നെ ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ടാൽ മതി. നാളെ അതിട്ടില്ല പിന്നെ ഞാൻ ഈ സ്നേഹമൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യൂട്ടോ. ആ ചെയ്തോ. ഫ്രീ ആയിട്ട് കിട്ടണതുകൊണ്ട് പെങ്കൊച്ചിന് അതിൻ്റെ വില അറിയില്ല. എന്ത് വില? നാളെ ഇട്ടോണ്ട് വരണം. ഹെയർ സ്റ്റൈലും ഹോളിവുഡ് ആക്കണം. ഹോളിവുഡോ? അതെങ്ങനെയാ? ഇങ്ങനെ. ഓ അങ്ങനെയോ? നാളെ അപ്പോൾ ഹോളിവുഡ് സ്റ്റൈലിൽ തന്നെ വരണേ. ഇല്ല, ഞാൻ വരില്ല. വന്നില്ലേ ഞാൻ ഈ സ്നേഹം അങ്ങ് നിർത്തുവേ. അപ്പൊ പിന്നെ ഇവിടെ വരില്ലേ? വരും. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയില്ല. നീന്നും എടീന്നും ഒന്നും വിളിക്കില്ല. നാളെ നീ ഹോളിവുഡ് സ്റ്റൈലിൽ വന്നില്ലേ, നിനക്ക് എന്നോട് അത്രേ ഇഷ്ടമുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചോളാം. നീ നിർത്തിയെന്നും വിചാരിച്ചോളാം. അങ്ങനെ നമ്മുടെ ഈ ഇഷ്ടം സ്റ്റോപ്പ് ആവട്ടെ. എനിക്ക് പോവാൻ സമയമായി. ഞാൻ ഇറങ്ങുകയാണ്. നാളെ വരാം. നിക്ക്, ഞാനും ഉണ്ട്. പാല് വാങ്ങിക്കണം. എന്നാവാ? ഞാൻ അകത്തുനിന്ന് പൈസ എടുത്തേക്കട്ടെ. എന്നാ ഒരു ഗ്ലാസ് വെള്ളം എടുത്തോ എനിക്ക്. ഓ, എൻ്റെ തല പോയി. അങ്ങനെ ഇരിക്കും. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്ത്? സ്ത്രീ ശക്തിയാണെന്ന്.
എൻ്റെ ഹോളിവുഡ് സ്റ്റൈൽ ഇഷ്ടമായില്ലേ? ഞാൻ പറഞ്ഞില്ലേ ഒരു രസവും ഉണ്ടാവില്ല എന്ന്. ഏയ് അതല്ല, നീ ഈ വേഷത്തിൽ വരില്ലെന്ന് വിചാരിച്ചു. ഞാനാകെ ഡസ്പായിപ്പോയി. ഓ ഇത്രേ ഉള്ളോ ബാലു? ലോങ് ബ്രത്ത് എടുത്ത് മൂട് മാറ്റ്. ഹും. ഹലോ മിസ്സിസ് ബാലു. ഐ ലവ് യു മിസ്സിസ് ജെനി ബാലു. ഐ ലവ് യു മിസ്റ്റർ ബാലു. നിന്റെ തോളും കഴുത്തിന് താഴെയുള്ള ഭാഗവും കാണാൻ എന്ത് രസാ. ദേ തോളത്ത് മറുകുണ്ടല്ലോ. എവിടെ? ദേ അവിടെ. ഇതോ? ഓ അതന്നെ എൻ്റെ സുന്ദരിക്കുട്ടി. സുന്ദരിയാണോ? മേ ഐ ഗിവ് യു എ TMU മിസ്സിസ് ബാലു? TMU? വാട്ട്സ് ദാറ്റ് മിസ്റ്റർ ബാലു? തോളത്തെ മറിയിലുമ്മ. മതി നോക്കിയത്. ബുക്ക് തുറന്നോ, നമുക്ക് കമ്പൈൻ സ്റ്റഡി തുടരാം. എന്നാ ഈ പ്രോബ്ലം നോക്കാം. d/dx ഓഫ് x⁵ - ഒരു ഉമ്മയും കൂടി തരായിരുന്നു. ഉമ്മയല്ല കുമ്മയാണ് തരാൻ പോണെ. ഞാൻ നിന്റെ മടിയിലൊന്ന് തലവെച്ചോട്ടെ. പൊളിക്കും. പൊളിച്ചാലും വേണ്ടില്ല. നടക്കാൻ പോണില്ല ബാലു. ഓ നീ വലിയ ആളല്ലേ, വലിയ ഹോളിവുഡ് സ്റ്റാർ. ഓ ഞാൻ വെറും ഡൂക്ലി. എന്ത് ചെയ്യാനാ. ദേ മുട്ടിൻ്റെ അവിടെ വെച്ചോ. ശരിക്കും അപ്പം തന്നെ മാറ്റണം. എൻ്റെ തലമുടിയിലൊന്ന് കൈവെക്കും. അതൊന്നും പറ്റില്ല. പ്ലീസ് ജെനി. കുറച്ചും കൂടി മുകളിലായിട്ട് വെക്കട്ടെ. ഇവിടെ എല്ല് കുത്തിക്കൊള്ളുന്നുണ്ട്. വേണ്ട മതി. സാരമില്ല, കുറച്ചേരം കൂടി വെക്കട്ടെ. വേണ്ട മതി. ഓ എല്ല് കുത്തിക്കൊള്ളുന്ന കാര്യം പറയണ്ടായിരുന്നു. എന്നാലും അത്രയും നേരം മതി. ദേ ഇമാതിരി കളിയൊന്നും ഇനി വേണ്ട കേട്ടോ. ഓക്കെ. എന്തായാലും നമ്മുടെ ഈ ലവ് വർക്കാവാൻ പോകുന്നില്ല. എന്നാൽ ഞാനിത് വർക്കാവുന്ന പോലെ ചിലത് നിന്നോട് പറയട്ടെ. നമ്മൾ ഒരുമിച്ച് അങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നത് പറയട്ടെ. പറ. എന്നാൽ നീ കണ്ണടച്ചിരുന്ന് കേട്ടോ. അല്ല പിന്നെ അത് കേട്ട് നീ എന്നെ ചിലപ്പോൾ ഇടക്ക് വഴക്ക് പറയും. കുഴപ്പമില്ലാന്ന് നീ പറ. ദേ ഞാൻ കണ്ണടച്ചിരിക്കുമ്പോൾ നീ എന്തെങ്കിലും വേണ്ടാത്തരം കാണിക്കരുത് കേട്ടോ. ഇടയ്ക്ക് ഞാൻ കണ്ണിറുക്കി നോക്കും. വേഷം കെട്ടെടുത്താൽ ഞാൻ ഇടിച്ചിടും. ദേ അന്ന് തലയിടിച്ചുകാരെ അറിയാലോ. ഓ ഞാൻ ദാ ഇവിടെ കണ്ണടച്ചിരുന്ന് പറയാം. ഓക്കെ. നീയും ഞാനും തനിയെ ആ 1000 അടക്കാമരങ്ങൾ നിലനിൽക്കുന്ന പാതയിലൂടെ നടന്നു പോകവേ നിന്റെ ഈ ഈന്തപ്പഴം പോലെ തിളങ്ങുന്ന കൺമണികൾ എന്നെ മാത്രം നോക്കി നീങ്ങുമ്പോൾ നിന്റെ മാതള നാരങ്ങയുടെ അല്ലികൾ പോലെ തിളങ്ങുന്ന ചുണ്ടുകൾ എൻ്റെ ചുംബനം കാത്തു നിൽക്കും. എൻ്റെ മാത്രം കൽപ്പനകളുടെയും നിയമങ്ങളുടെയും ആ ലോകത്ത് ഞാൻ കൽപ്പിക്കും. അപ്പോൾ നീലാകാശവും വെള്ളിമേഘങ്ങളും ഞാൻ പറയുന്നത് പോലെ നമുക്കും ഇത് പന്തലിടും. രാത്രികളിൽ കറുത്ത ആകാശത്ത് നിറയെ നക്ഷത്രങ്ങൾ തെളിയട്ടെയെന്ന് ഞാൻ പറയും. എൻ്റെ പ്രിയയുടെ മുടികളിൽ വെളിച്ചം വീണ് തിളങ്ങുന്നതിന് ആകാശത്തിൻ്റെ കൺമണിയായ നിലാവിനോട് ഞാൻ മേഘങ്ങൾക്കിടയിൽ നിന്ന് പുറത്തു വരാൻ കൽപ്പിക്കും. ഇതാ എൻ്റെ പ്രിയപ്പെട്ടവൾ, ഇതാ അവൾ എൻ്റെ അടുത്തിരിക്കുന്നു. നക്ഷത്രങ്ങളെ നിങ്ങളെന്തിനിങ്ങനെ തുറച്ചു നോക്കുന്നു? ഞാൻ എൻ്റെ പ്രിയയോടൊപ്പം ഇരിക്കുന്നത് കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടേണ്ട. അവളുടെ തോളിലെ ഉയർന്നു നിൽക്കുന്ന എല്ലുകളിതാ എൻ്റെ ചുംബനം കാത്തിരിക്കുന്നത് കാണുന്നില്ലേ? അവളുടെ മാറത്തെ സൂര്യകാന്തി പൂക്കൾ ഇതാ എന്നെ കണ്ട് നാണം കൊള്ളുന്നു.